السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും സിക്റുകളും ദുആകളും സ്വദഖകളും എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്ദർഭത്തിൽ അസ്മാഉല്ലാഹ് പഠനവും പ്രാധാന്യവുമെന്ന വിഷയമാണ് അവതരിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകൾ, പേരുകൾ, അത് എല്ലാ അർത്ഥത്തിലും ഏറ്റവും പരിശുദ്ധമായ നാമങ്ങളാകുന്നു. അൽ അസ്മാഉൽ ഹുസ്ന എന്നാണ് അള്ളാഹുവിൻ്റെ പേരുകൾക്ക് പറയുക. യാതൊരു പോരായ്മയുമില്ലാത്ത, എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ അറിയിക്കുന്ന അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്. നമ്മൾ സാധാരണ ഒരാൾക്ക് ഒരു പേരിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പേരുമായി അയാളുടെ ജീവിതത്തിന് വലിയ ബന്ധങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചില ആളുകൾ കരീം എന്ന് പേരിടും, പക്ഷേ അയാളുടെ പ്രവർത്തനത്തിലൊരു മാന്യതയും ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പേരുകൾ ഓരോന്നും അള്ളാഹുവിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആദ്യമായി നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്.
സൂറത്തുൽ അറാഫിന്റെ 180-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്, ആ നാമങ്ങളിൽ നിങ്ങൾ അവനെ വിളിക്കുക എന്നതാണ്. സൂറത്തു അൽ ഇസ്രാഇന്റെ 110-ാമത്തെ ആയത്തിൽ കാണാം, ഖുലിദുല്ലാഹ ബിദുർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിക്കുക. ഒന്നുകിൽ അല്ലാഹ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ വ്യാഖ്യാനം കാണാം. അയ്യമാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, ഏത് നാമങ്ങൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിലും അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനുള്ളതാകുന്നു അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങൾ എന്നാണ്. സൂറത്തു ത്വാഹയിലെ 8-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവനുള്ളതാകുന്നു അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങൾ. സൂറത്തുൽ ഹശറിന്റെ 24-ാമത്തെ ആയത്തിലും അല്ലാഹു പറഞ്ഞു, ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട് എന്നാണ്. ഈ നാമങ്ങൾ എല്ലാ അർത്ഥത്തിലും സമ്പൂർണമാണ്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമീഅ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹ് കേൾക്കാത്ത യാതൊരു കാര്യവുമില്ല. ഭാഷ പ്രശ്നമല്ല അല്ലാഹുവിന്. രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ ഏത് ജന്തുക്കളുടെ ശബ്ദങ്ങളാകട്ടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നു. അവൻ കേൾക്കാത്ത യാതൊരു കാര്യവുമില്ല. അല്ലാഹു അൽ ഹയ്യാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹയാത്ത് സമ്പൂർണമാണ്. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്തവനാണവൻ. ക്ഷീണമോ അലസതയോ ഉറക്കമോ മയക്കമോ രോഗമോ ഒന്നും ബാധിക്കാത്ത സമ്പൂർണമായ ഹയാത്തുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണെന്ന് പറഞ്ഞാൽ അല്ലാഹ് കാണാത്ത യാതൊരു കാര്യവുമില്ല. എത്രയും സൂക്ഷ്മമായ കാര്യങ്ങളാണെങ്കിലും സ്ഥൂലമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം അല്ലാഹ് അറിയുന്നുണ്ട്. രാവോ പകലോ വ്യത്യാസമില്ലാതെ നമുക്ക് അദൃശ്യമായതും നമുക്ക് ദൃശ്യമായതും തുടങ്ങി എല്ലാം കണ്ടറിയുന്നവനാണ്, ബസീറാണ് അല്ലാഹു എന്ന ആശയമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. മിഅതൻ ഇല്ലാ വാഹിദ, 100-ൽ 1 കുറവ്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്താണ് ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ നാമങ്ങൾ എണ്ണിക്കണക്കാക്കി ആ 99 നാമങ്ങൾ മനഃപ്പാടമാക്കുക, അതിൻ്റെ അർത്ഥവും തേട്ടവും അറിയുക, ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗപ്രവേശനത്തിന് അത് കാരണമായി തീരുമെന്നാണ്. എങ്ങനെയാ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക? നമ്മൾ ചോദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ നാമങ്ങൾ ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, ഗഫൂറായ അല്ലാഹുവേ, റഹീമായ അല്ലാഹുവേ, എൻ്റെ പാപം നീ പൊറുക്കണമേ. റാസിഖായ അല്ലാഹുവേ, നീ എനിക്ക് റിസ്ക് നൽകണമേ. അങ്ങനെ നമ്മൾ ചോദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. നസീറായ അല്ലാഹുവേ, സഹായിക്കുന്നവനായ റബ്ബേ, നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അതിനാണ് നമ്മൾ നാമങ്ങൾ പഠിക്കുന്നത്. ഇപ്പം ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് കഅബ നിർമ്മിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ,
തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. സൂറത്തുൽ ബഖറയിലെ 127-ാമത്തെ ആയത്താണ്. ഇവിടെ റബ്ബ് എന്ന നാമം ആദ്യമുണ്ട്. പിന്നെ അസ്സമീഅ്, അലീം എന്ന നാമമുണ്ട്. ശേഷമുള്ള ആയത്തിൽ കാണാം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ, നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും റഹീമുമാണല്ലോ. കണ്ടോ, അള്ളാഹിന്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹിന്റെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് ഭയഭക്തി വർദ്ധിക്കും. ഉദാഹരണത്തിന് അള്ളാഹ് പറഞ്ഞതുപോലെ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ്. അർ റഖീബ് എന്നത് അള്ളാഹിൻ്റെ ഒരു നാമമാണ്. ഈ ഒരു ബോധം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ എവിടെ വെച്ച് എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. രാത്രിയുടെ ഇരുട്ടിലാകട്ടെ, പകലിലാകട്ടെ, യാത്രയിലാകട്ടെ, വീട്ടിലാകട്ടെ, ഒറ്റക്കാകട്ടെ, കൂട്ടത്തിൻ്റെ കൂടെയാകട്ടെ, എവിടെയാണെങ്കിലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അയാൾ സൂക്ഷ്മതയുള്ളവനാകും. അള്ളാഹ് സഹായിക്കുന്നവനാണ്, നസീറാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സഹായമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന കൃത്യമായ ഉറപ്പോടുകൂടിയായിരിക്കും അയാൾ പ്രവർത്തിക്കുക. ജനങ്ങളുടെ സഹായം അയാൾ പ്രതീക്ഷിക്കുകയില്ല. ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആയത്ത് അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല താൻ ഉദ്ദേശിക്കുന്നവരെ സഹായിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ ആയത്ത് അയാളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ സഹായത്തിനായി അള്ളാഹു അല്ലാത്ത ഒരാളോടും അയാൾ പ്രാർത്ഥിക്കുകയില്ല. ബദറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. അവർക്കറിയാം അള്ളാഹ് സഹായിക്കുമെന്ന്. അള്ളാഹ് മുജീബാണ്, പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ് മുജീബ് എന്ന പേരിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ റബ്ബിനോട് തേടിയാൽ എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയായിരുന്നു മുൻഗാമികൾക്കുണ്ടായത്. 18 കൊല്ലം രോഗമുണ്ടായിട്ടും പ്രതീക്ഷ അസ്തമിക്കാതെ, ആശ മുറിഞ്ഞു പോകാതെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അന്നീ മസ്സനിയ ദുർറു അൻത അർഹമുർ റാഹിമീൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിനറിയാം അല്ലാഹ് സമീ ആണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, മുജീബാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഖദീറാണ് അല്ലാഹു തആല, ഖാദിറാണ് അല്ലാഹു തആല. അല്ലാഹ്ക്ക് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, നീ പരമപരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹ് സഹായിക്കും, അല്ലാഹ് നസീറാണെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. 7 ആകാശങ്ങൾക്കും അപ്പുറത്താണ് എൻ്റെ റബ്ബെങ്കിലും ഈ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോ എൻ്റെ ദുആ കേൾക്കുന്ന അസ്സമീ ആണ് അള്ളാഹു എന്നറിയാം. ഇരുട്ടുകൾക്കുള്ളിൽ വെച്ചാണ് അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. രാത്രിയുടെ ഇരുട്ടുണ്ട്, കടലിന്റെ ഇരുട്ടുണ്ട്, തിരമാലയുടെ ഇരുട്ടുണ്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടുണ്ട്. പക്ഷേ എത്ര ഇരുട്ടറകൾക്കുള്ളിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിലും എൻ്റെ റബ്ബ് എല്ലാം കാണുന്ന അൽ ബസീറാണ് എന്ന അറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അള്ളാഹുവിൽ നമുക്ക് വല്ലാത്ത പ്രതീക്ഷ ഉണ്ടാകും. അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. അത് ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ഓരോ നാമങ്ങളും നമ്മളിങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലവരാവാനേ കഴിയുള്ളൂ, ചീത്തവരാകാൻ കഴിയില്ല. ഏത് യാത്രയിലും ഏതൊറ്റക്കരിക്കുന്ന സമയത്ത് നമ്മൾ ദിക്റുകൾ ഉരുവിടും. കാരണം എന്താ? ഞാൻ ചൊല്ലുന്ന ഈ ദിക്റുകൾ ആരും കേൾക്കുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, എനിക്ക് അല്ലാഹു ഇതിന് പ്രതിഫലം നൽകുമെന്ന ബോധമുണ്ടാകും. ഞാൻ നൽകുന്ന ഈ സദഖ ആരും കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, അവൻ ബസീറാണെന്ന ബോധമുണ്ടാകും.
ഞാൻ ചെയ്യുന്ന എൻ്റെ കർമ്മങ്ങൾ ആരും അറിയുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്. അവൻ അലീമാണ്. അള്ളാഹിന്റെ പേരാ അലീമ്, അല്ലാമ്, ആലിമ്. ഇതൊക്കെ അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹ് പറഞ്ഞതാ, അള്ളാഹ് അറിയാതെ ഒരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. നമ്മളെ ചോദിക്കുക, ലോകത്ത് കോടാനുകോടി മരങ്ങളിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ഇല നെട്ടറ്റ് താഴെ വീഴുന്നുണ്ടെങ്കിൽ അതും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയാണ്, CM മടവൂർ അറിയാതെ ഒരില പോലും പൊഴിഞ്ഞു വീഴുന്നില്ല എന്ന്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അള്ളാഹ്ക്ക് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ ഇവര് പറയാണ് CM മടവൂർ അറിയാതെ പിന്നെ CM മടവൂരിന് ഉറക്കമോ മയക്കമോ ഒന്നും ബാധിക്കുകയില്ല എന്നാണ്. അള്ളാഹിന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് അള്ളാഹ് എന്ന പേര്. അല്ല, അള്ളാഹ് എന്ന പേര് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അള്ളാഹ് എന്ന പേരിന്റെ കൂടെ മീമ് ചേർത്ത് കൊടുത്താൽ അല്ലാഹുമ്മ എന്നാണ് വരിക. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാ എന്നാണ് അർത്ഥം. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ, എന്നാൽ റഹ്മാൻ എന്ന പേരിന്റെ കൂടെയോ റഹീം എന്ന പേരിന്റെ കൂടെയോ റബ്ബ് എന്ന പേരിന്റെ കൂടെയോ മറ്റു പേരുകളുടെ കൂടെയോ മീമ് ചേർത്താൽ യാ റഹ്മാൻ, യാ റഹീം, യാ റബ്ബ് എന്ന അർത്ഥം കിട്ടുകയില്ല. നമ്മുടെ ബാങ്കിൽ നമ്മൾ പറയുന്ന പേരേതാ? അള്ളാഹ് എന്ന പേരാണ്. നിസ്കാരം ആരംഭിക്കുന്നത് അള്ളാഹ് എന്ന പേര് കൊണ്ടാണ്, അല്ലാഹു അക്ബർ. നിസ്കാരം അവസാനിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ പേര് കൊണ്ടാണ്, അള്ളാഹ് എന്നാണ് അവസാനമുള്ളത്. ഇനി സ്വലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, ഇവിടെ അള്ളാഹ് എന്നാണ്. സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ. ഈ 4 വാക്കിന്റെ പ്രത്യേകത എന്താ അറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകളാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്താണ് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം, ഓ മുഹമ്മദ് നബിയെ താങ്കളുടെ ഉമ്മത്തിനോട് എൻ്റെ സലാം പറയുക. ഫഅഖ്ബിർഹും അന്നൽ ജന്നത തയ്യിബത്തു തുർബ, തീർച്ചയായും സ്വർഗത്തിലെ മണ്ണ് ഏറ്റവും നല്ല മണ്ണാണെന്ന് താങ്കൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക. അദ്ബത്തുൽ മാ, സ്വർഗത്തിലെ വെള്ളം ഏറെ രുചിയുള്ള വെള്ളമാണ്. വഅന്നഹാ ഖിആൻ, സ്വർഗം നീണ്ട വിശാലമാണ്. വഅന്ന ഖിറാസഹാ സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ. ആ സ്വർഗത്തിന്റെ ചെടികൾ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നാണ്. ഏറ്റവും നല്ല പേര്, അള്ളാഹിന്റെ പേരുകൾ ഏറ്റവും ശ്രേഷ്ഠമായ പേരാണ് അള്ളാഹ് എന്നുള്ളത്. അള്ളാഹ് എന്ന പേരിൽ ബാക്കിയുള്ള എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ ബിസ്മില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളുടെയും ആശയം അവിടെ ഉൾക്കൊള്ളുന്നു എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അല്ലാഹ് 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 എന്ന പ്രത്യേക ദിക്റില്ല. ഇപ്പൊ സൂഫികളുടെ ദിക്റാണെന്ത്? അല്ലാഹ് 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 എന്ന് പറഞ്ഞ ദിക്റുണ്ട്. ഒരു സൂഫി വര്യരോട് ശിഷ്യൻ ചോദിച്ചു, അല്ല, ഏറ്റവും നല്ല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണല്ലോ, പിന്നെ നിങ്ങളെന്താണ് അല്ലാഹ് അല്ലാഹ് എന്ന് മാത്രം പറയണത്? അപ്പൊ അയാൾ പറയാണ്, ഞാനെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിനിടയിൽ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ഞാൻ ദൈവനിഷേധിയായി മരിച്ചു പോവുമല്ലോ എന്നാണ്. ലാ ഇലാഹ, യഥാർത്ഥത്തിൽ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇല്ല എന്നല്ല അർത്ഥം. അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന യാതൊരു ആരാധ്യരും ആരാധിക്കപ്പെടാൻ അർഹരല്ല എന്നാണ് അർത്ഥം. ഇല്ലല്ലാ, അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, മരണമാസന്നമായ ആൾക്ക് ചൊല്ലിക്കൊടുക്കാൻ നബി പറഞ്ഞത് എന്താ? അയാളുടെ ഏറ്റവും മരിക്കാൻ സാധ്യത ഉള്ളത്, അയാളോട് പോലും ചൊല്ലിക്കൊടുക്കാൻ എന്താ പറഞ്ഞത്? അയാൾ ചൊല്ലാൻ പറഞ്ഞതൊക്കെ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ഇനി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന അള്ളാഹിന്റെ നാമമാണ് അള്ളാഹ് എന്നുള്ള പേര്. നമ്മൾ ആലോചിച്ചു, ഒരു കുട്ടിക്ക് നമ്മളിപ്പോൾ അബ്ദുറഹീം എന്ന് പേരിട്ടാൽ ചിലരെങ്കിലും ആ കുട്ടിയെ റഹീമേന്ന് വിളിക്കും. അബ്ദുർ റസാഖ് എന്ന് പേരിട്ടാൽ വിളിക്കാൻ പറ്റുന്ന പേരുണ്ട്, വിളിക്കാൻ പറ്റുന്ന പേരുണ്ട്.
റസാഖ് എന്ന് ഒരുപക്ഷെ ആൾക്കാരെ വിളിക്കും. പക്ഷെ ആർക്കെങ്കിലും അബ്ദുള്ള എന്ന് പേരിട്ടാൽ പിന്നെ ആ കുട്ടിയെ വേണമെങ്കിൽ ഇപ്പൊ അബ്ദു എന്ന് വിളിക്കും. പക്ഷെ അള്ളാഹു എന്നെന്തെയില്ല, ആ കുട്ടിയെ വിളിക്കുകയില്ല. എല്ലാവർക്കും അറിയുന്ന പേരാണ് അള്ളാഹ് എന്നുള്ള പേര്. മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും അറിയാം. മക്കയിലെ മുശ്രിക്കുകൾ റഹ്മാൻ റഹീം എന്ന പേരൊന്നും അംഗീകരിച്ചിരുന്നില്ല. ഹുദൈബിയ സന്ധി എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോ അന്ന് മുശ്രിക്കുകളുടെ ഭാഗത്തുള്ളായിരുന്ന ആളായിരുന്നു സുഹൈൽ ഇബ്നു അംർ. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, മുഹമ്മദേ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഞങ്ങൾ അംഗീകരിക്കൂല. അവസാനം ബിസ്മിക് അല്ലാഹുമ്മ എന്ന് എഴുതിയപ്പോ അവർ അംഗീകരിക്കാൻ തയ്യാറായി. അള്ളാഹുവെ നിന്റെ നാമത്തിൽ എന്ന് എഴുതിയപ്പോ അവർ അംഗീകരിക്കാൻ തയ്യാറായി. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ് എന്ന്. മൻ നസല മിനസ് സമാഇ മാഅ, ആരാണ് നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന്. അല്ലാഹ് എന്ന പേര് അവർക്കറിയാം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ പേര് പോലും എന്താണ്? അബ്ദുള്ള എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹിൻ്റെ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണെന്ത്? അല്ലാഹ് എന്ന്. അപ്പം സി എം മടവൂര് അനല്ലാ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഫിറൗൻ പോലും അനല്ലാ എന്നല്ല പറഞ്ഞത്, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞു. ഞാനല്ലാത്ത വേറെ ഇലാഹുള്ളതായി നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അൽ അഅല എന്നുള്ളത് അള്ളാഹിൻ്റെ മറ്റൊരു പേരാ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അള്ളാഹിൻ്റെ ദാത്തിലും അള്ളാഹിൻ്റെ സിഫത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാകുന്നു. എന്നാൽ അള്ളാഹ്ക്ക് 99 പേരുകൾ മാത്രമല്ല ഉള്ളത്. 99 നാമങ്ങൾ അള്ളാഹ്ക്കുണ്ട്. അതാരെങ്കിലും ഇഹ്സാഹ് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പോകും. അത് ഇഹ്സാഹ് ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നുള്ളത് ആദ്യത്തെ വാചകത്തിലേക്ക് ചേർത്ത് വരുന്ന അതിൻ്റെ സിഫത്തായിട്ടുള്ളതാണ്. അഥവാ സ്വർഗത്തിൽ പോവാൻ കാരണമാകുന്ന 99 പേരുകൾ അള്ളാഹ്ക്കുണ്ട് എന്നാണ് എൻ്റെ ആശയം. എന്നാൽ അള്ളാഹ്ക്ക് എത്ര പേരുണ്ട്? അതിന് എണ്ണം നമുക്കറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർക്കെങ്കിലും ദുഃഖമോ മനോവേദകളോ ഉണ്ടെങ്കിൽ അയാൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക, ഞാൻ നിന്റെ അടിമയുടെ മകനാണ്. വബ്നു അമതിക, ഞാൻ നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നാസിയതി ബിയദിക, എൻ്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. മാലിം ഫീ ഹുക്മുക, എൻ്റെ കഴിഞ്ഞു പോയതെല്ലാം നിന്റെ തീരുമാനപ്രകാരമാണ്. അദ്ലും ഫീയ ഖലാഉക, നീ എനിക്ക് വിധിച്ചതെല്ലാം എനിക്ക് എന്നിൽ നീതിവൃത്തം വന്ന സംഗതികളാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ള മുഴുവൻ പേരുകളും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നിനക്ക് തന്നെ നീ നൽകിയ നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ. ഔ അൻസൽതഹു മിൻ ഫീ കിതാബിക, ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ അവതരിപ്പിച്ച നാമങ്ങൾ. അവിസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അല്ലെങ്കിൽ നിന്റെ അടുക്കലുള്ള അദൃശ്യമായ വിജ്ഞാനത്തിൽ നീ ഗോപ്യമാക്കി വെച്ച നാമങ്ങൾ എന്ന് പറയാണ്. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. വനൂറ സ്വദിരി, എൻ്റെ നെഞ്ചിൻ്റെ പ്രകാശമാക്കണമേ. വജലാഹ ഹുസ്നി, എൻ്റെ ദുഃഖത്തെ നീക്കിക്കളയുന്നതും. വദഹാബ ഹമ്മി, എൻ്റെ മനോവ്യതകളെ പോക്കിക്കളയുന്നതുമാക്കണമേ. ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നബി പറയാണ്, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവൻ്റെ മനപ്രയാസങ്ങളും മനോവ്യതകളും ദുഃഖവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പോക്കിക്കളയാതിരിക്കുകയില്ല. വ അബ്ദലഹു മകാനഹു ഫറഹൻ, ആ ദുഃഖത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം പകരം നൽകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹാ, നബിയെ ഞങ്ങളിത് പഠിക്കണോ? നബി പറഞ്ഞു, ബല, അതെ. യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, ഇത് കേട്ടവർ നിർബന്ധമായി ഇത് പഠിക്കണമെന്നാണ്. എപ്പോഴും മനസ്സിൽ പ്രയാസമാണ്, ടെൻഷനാണ്, മനസ്സിന് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നടക്കുക എന്നുള്ളതല്ലാതെ ഇതുപോലെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ
നമ്മൾ പതിവാക്കാറുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഈ പ്രാർത്ഥന ഞാൻ ഉദ്ധരിക്കാൻ കാരണം ഇതിലൊരു വാചകം, നിന്റെ അടുക്കൽ അദൃശ്യമായ നാമങ്ങൾ കൊണ്ട്, നീ ഒളിപ്പിച്ചു വെച്ച നാമങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആർക്കും അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്ത, അള്ളാഹിന്റെ അടുക്കലുള്ള ഇൽമുൽ ഗൈബിൽ ഗോപ്യമാക്കി വെച്ച നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എല്ലാം വിശിഷ്ടമായ നാമങ്ങളാണെങ്കിലും എല്ലാ നാമങ്ങളും ഒരുപോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചേർത്ത് വിളിക്കാൻ പാടുള്ള നാമങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ സൃഷ്ടികളെ വിളിക്കൽ അനുവദനീയമായവയുമുണ്ട്. ഉദാഹരണത്തിന് റാസിഖ് എന്നുള്ള പേര് ഒരിക്കലും ഒരു സൃഷ്ടിയെയും വിളിക്കാൻ പാടില്ല. അൽ ഖാലിഖ് എന്നത് ഒരാളെയും വിളിക്കാൻ പാടില്ല. അൽ ബാരി, അർ റഹ്മാൻ, അള്ളാഹ് തുടങ്ങിയ പേരൊന്നും ഒരിക്കലും നമ്മൾ ഒരാളെയും വിളിക്കാം. ഉദാഹരണത്തിന് ഒരാൾക്ക് അബ്ദുർ റസാഖ് എന്ന് പേരുണ്ടെങ്കിൽ അവനെ അർ റസാഖെ എന്ന് വിളിക്കരുത്. പിന്നെ അർ റഹ്മാൻ എന്നൊരാളെയും വിളിക്കരുത്. റഹ്മാനെ എന്നൊന്നും ആരും ചെയ്യരുത്, വിളിക്കരുത് അള്ളാഹനല്ലാതെ. എന്നാൽ സൃഷ്ടികൾക്ക് വിളിക്കൽ അനുവദനീയമായ പേരുകളുണ്ട്. ഉദാഹരണത്തിന് ഹലീം, വിവേകമുള്ളവൻ; അലീം, അറിവുള്ളവൻ; അൽ മലിക്, രാജാവ്; അൽ അസീസ്, പ്രതാപമുള്ളവൻ തുടങ്ങിയ പേരുകളൊക്കെ വിശുദ്ധ ഖുർആനിൽ തന്നെ ചില പടപ്പുകളെ പറ്റി വിളിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നതുമായി അള്ളാഹു പറഞ്ഞു, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബിക്ക് നാം വിവേകമതിയായ അല്ലെങ്കിൽ സഹനശീലനായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്തു. അപ്പൊ അള്ളാഹ് അൽ ഹലീമാണെന്ന് പറയുന്നതും ഒരു പടപ്പിനെ പറ്റി ഹലീമാണെന്ന് പറയുന്നതും ഒരേ രൂപത്തിലല്ല, രണ്ട് അർത്ഥത്തിലാണെങ്കിലും ആ പേര് സൃഷ്ടികളെയും വിളിക്കാവുന്നതാണ്. പിന്നെ ഇസ്ഹാഖ് നബിയെ പറ്റി അള്ളാഹ് പറഞ്ഞപ്പോൾ പറഞ്ഞു, വബശ്ശർനാഹു ബിഗുലാമിൻ അലീം. അദ്ദേഹത്തിന് അറിവുള്ള വിജ്ഞാനമുള്ള ഒരു സന്താനത്തെ പറ്റി നാം സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വിലക്ക് വാങ്ങിയ മിസ്രിലെ രാജാവിനെ പറ്റി അസീസ് എന്ന് പറയുന്നത്, ഇംറഅത്തു അസീസ്, അസീസിന്റെ ഭാര്യ, അവിടെ അബ്ദുൽ അസീസ് ഒന്നുമില്ല, അസീസിന്റെ ഭാര്യ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിനെ കുറിച്ച് ഖാലൽ മലിക്കു, മലിക്ക് രാജാവ് പറഞ്ഞു എന്ന രൂപത്തിലുള്ള പ്രയോഗമുണ്ട്. എന്നാൽ നമുക്കറിയാം അള്ളാഹിന്റെ പേരിലുള്ള പെട്ട ഒരു പേരാണെന്ത്, മലിക്, മലിക്കിന്നാസ് എന്നൊക്കെ ഉണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മലിക്കാണ്. പക്ഷെ മനുഷ്യന്മാരെ പറ്റി രാജാവ് എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു തആല റഹീം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു അർ റഹീമാണെന്ന് പറയുന്നതും റസൂൽ റഹീമാണെന്ന് പറയുന്നതും രണ്ട് അർത്ഥത്തിലാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു അള്ളാഹിന്റെ പേരുകളിൽ അള്ളാഹ് എന്നതാണ് ഏറ്റവും വിശിഷ്ടമായ പേര്. അതിൻ്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിലുള്ള ആരാധ്യനാണ് അള്ളാഹു തആല. ആ പേരിന് ജം ഇല്ല. എല്ലാ അർത്ഥത്തിലും ഏകനാണ് അള്ളാഹു. ആരാണ് അള്ളാഹു? അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. അവന് ഉറക്കമോ മയക്കമോ ഇല്ല. അള്ളാഹു വേറെ സ്ഥലത്ത് പറഞ്ഞു, ഇന്നമല്ലാഹു ഇലാഹും വാഹിദ്, അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാകുന്നു. അതുപോലെ പ്രവാചകന്മാരുടെ ദഅവത്തിൽ കാണാം, യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഇലാഹില്ല. അപ്പൊ ആരാണ് അള്ളാഹു? വേറെ ഇലാഹില്ലാത്ത, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. അള്ളാഹു എന്ന് വെച്ചിട്ടൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. മനോവിഷമമുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. എളുപ്പം പഠിക്കാൻ. അല്ലാഹു അല്ലാഹു റബ്ബി
ലാ ഉശ്രികു ബിഹി ഷൈഅ, അല്ലാഹു എൻ്റെ റബ്ബാകുന്നു. ലാ ഉശ്രികു ബിഹി ഷൈഅൻ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നതാണ്. അല്ലാഹുവിന്റെ മറ്റൊരു നാമമാണ് അർ റഹ്മാൻ എന്ന നാമം. ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു പറഞ്ഞതാ, അല്ലാഹു അർ റഹ്മാനും റഹീമുമാണ്. നമ്മൾ വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളൊക്കെ എടുത്ത് പരിശോധിക്കുക. ഖുർആനിലെ ഏറ്റവും വിശിഷ്ടമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ ആയത്ത്, അതിൽ അള്ളാഹിന്റെ 3 പേരാണുള്ളത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം, അല്ലാഹ് റഹ്മാൻ റഹീം. 2-ാമത്തെ ആയത്തിൽ റബ്ബ് എന്ന പേര്, 3-ാമത്തെ ആയത്തിൽ അർ റഹ്മാൻ റഹീം എന്ന നാമങ്ങൾ, 4-ാമത്തെ ആയത്തിൽ മാലിക് എന്ന നാമം, മറ്റൊരു ഖിറാഅത്ത് പ്രകാരം മലിക് എന്ന നാമം. അതുകൊണ്ട് തന്നെ ആ സൂറത്ത് ഏറ്റവും വിശിഷ്ടമായ സൂറത്തായി. ഖുർആനിന്റെ സുലുസുൽ ഖുർആൻ, 1/3 എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം കിട്ടും. 3 പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതണ്ടെന്നല്ല പറഞ്ഞത്, അത്രയും പ്രതിഫലം ഉണ്ട്. എന്തിന്? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ. അവിടെ നോക്കുക, 1 അല്ലാഹ് എന്ന പേര്, അഹദ് എന്ന പേര്, സമദ് എന്ന പേര്. അതുകൊണ്ട് തന്നെ സൂറത്ത് അള്ളാഹിനെ പറ്റി പറഞ്ഞ സൂറത്ത് അതുകൊണ്ട് തന്നെ ഏറ്റവും വിശിഷ്ടമായ സൂറത്തായി. ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തിൽ അല്ലാഹ് എന്ന ഇസ്മിലേക്ക് മടങ്ങുന്നുണ്ട്. അല്ലാഹു, അവൻ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അല്ലാഹു, അവന് ഉറക്കമോ മയക്കുമോ ഇല്ല. അല്ലാഹു അവൻ്റെതാകുന്നു ആകാശഭൂമികളിലെല്ലാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം അതിലേക്ക് മടങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും. അവിടെ അള്ളാഹുവിൻ്റെ ആ നാമത്തിലുള്ള പ്രത്യേകതയാണ് അവിടെ നമ്മൾ അറിയിക്കുന്നത്. നമുക്കറിയാം, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. പ്രവാചകന്മാർ ഏറ്റവും പരമപ്രധാനമായി പറഞ്ഞത് തൗഹീദാണ്. തൗഹീദ് 3 ഇനങ്ങളാണ്: തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ 3 ഇനങ്ങളും അള്ളാഹിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റബ്ബ് എന്ന നാമവുമായി ബന്ധപ്പെട്ടും അള്ളാഹിൻ്റെ മറ്റു ചില നാമങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് അത് ഉൾക്കൊള്ളുന്നത്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഇലാഹ് എന്ന നാമവുമായി ബന്ധപ്പെട്ടാണത് ആ പേര് തന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ 3-ാമത്തെ ഇനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും മഹത്വമുള്ളവനാണ് എന്നറിയിക്കുന്നതാണ് അവൻ്റെ ഓരോ നാമങ്ങളും. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ വിശാലമായ കാരുണ്യം നമ്മെ അറിയിക്കുന്നുണ്ട്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, അള്ളാഹു പറയണ എൻ്റെ റഹ്മത്ത് എല്ലാത്തിലും വിശാലമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഖുലിദുല്ലാഹ അവിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹ് എന്ന പേരിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ പേരാണ് അർ റഹ്മാൻ എന്ന പേര്. ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുർ റഹ്മാൻ എന്നാണ്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഇത് തുടങ്ങുന്ന സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അവന്റെ കാരുണ്യത്തിൽ ഇന്ന ലില്ലാഹി മിഅത റഹ്മത്തിൻ അൻസല മിൻഹാ റഹ്മതൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാം ഫബിമാ യതആതഫു വബിഹാ യതറാഹമു ബിഹാ വബിമാ തഅതഫുൽ വഹ്ശു അൻ വലദി അലാ വലദിഹാ വഅഖറ അല്ലാഹു 99 റഹ്മതൻ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലെ 100-ൽ 1 അംശം മാത്രം അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി. അതിൽ നിന്നാണ് ജിന്നും മനുഷ്യനും കന്നുകാലികളും ഇഴജന്തുക്കളും എല്ലാം പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. ഒരു വന്യജീവി തൻ്റെ കുളമ്പ് തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തട്ടി അതിന് വേദനിക്കുമോ എന്ന് കരുതി ആ കുളമ്പ് ഉയർത്തുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു നൽകിയ റഹ്മത്തിൻ്റെ ഭാഗമാണ്. ബാക്കി 99 അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് ഖിയാമത്ത് നാളിൽ പ്രത്യേകമായി നൽകുവാൻ വേണ്ടി മാറ്റിവെച്ചതാണ് എന്നാണ്. അല്ലാഹു പറഞ്ഞല്ലോ, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് എല്ലാത്തിലും വിശാലമാണ്. അത് റഹ്മാൻ എന്ന നാമത്തെ അറിയിക്കണം. അത് പൊതുവായി പറഞ്ഞു. ശേഷം അല്ലാഹു പറഞ്ഞു, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയൂതൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ.
അത് നാം പ്രത്യേകമായി രേഖപ്പെടുത്തും. ആർക്ക്? തഖ്വയുള്ള, സകാത്ത് നൽകുന്ന, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്നാണ്. വകാന ബിൽ മുഅ്മിനീന റഹീമാ, അല്ലാഹു മുഅ്മിനീങ്ങളോട് റഹ്മത്തുള്ളവനാകുന്നു. അത് പ്രത്യേകമായ റഹ്മത്താണ്. ഇപ്പൊ റഹ്മത്ത് ആമുമുണ്ട്, റഹ്മത്ത് ഖാസുമുണ്ട്. അള്ളാഹിന്റെ റഹ്മത്ത് അല്ലാഹു എല്ലാവർക്കും പൊതുവെ ചൊരിയുമെങ്കിലും പ്രത്യേകമായ റഹ്മത്ത് കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നാമങ്ങളൊക്കെ പഠിക്കണം എന്തിനാ? നമ്മുടെ ജീവിതം ക്രമീകരിക്കാനാ. അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാൻ ഒരുപാട് മാർഗ്ഗം. ഒന്നാണെന്ത്? അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുക. വഅതിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. 2, ഖുർആൻ പിൻപറ്റി തഖ്വയിൽ ജീവിക്കുക. അള്ളാഹ് പറഞ്ഞല്ലോ, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ. ഈ കിതാബ് നാം ഇറക്കിയിരിക്കുന്നു, അനുഗ്രഹീതമാണ് ഈ ഗ്രന്ഥം. ഫത്തബിഊഹു, നിങ്ങൾ അത് പിൻപറ്റുക. വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾക്ക് ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദരാവുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, സകാത്ത് നൽകുക. വഅഖീമുസ്സലാ വആതുസ്സകാ വഅതിഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, സകാത്ത് നൽകുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ഇസ്തിഗ്ഫാർ തേടുക. റമളാന്റെ അവസാനത്തെ സന്ദർഭത്തിലൊക്കെ കൂടുതലായി ഇസ്തിഗ്ഫാർ തേടുക. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾക്ക് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടിക്കൂടെ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്നാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ഉപരിയുള്ളവനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും. ഇങ്ങനെ ഒരു നാമം പഠിക്കുമ്പോൾ അതിന്റെ തേട്ടം മനസ്സിലാക്കണം, അതിന്റെ വിധി മനസ്സിലാക്കണം. എന്തിനാണ് പഠിപ്പിക്കുന്നത്? അള്ളാഹിന്റെ റഹ്മത്ത് നമ്മൾ തേടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമാണ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റഹ്മത്ത് നമ്മൾ ചോദിക്കുക. അള്ളാഹിന്റെ പേരാണ് ഖാലിഖ്, അതുപോലെ തന്നെ ഖല്ലാഖ്, എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവാണ് അല്ലാഹു തആല. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്. എന്നാൽ അള്ളാഹ്ക്ക് പുറമെയുള്ളവരോ ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെപ്പോലും അവർ പടച്ചിട്ടില്ല. നമ്മൾ ചോദിക്കാണ്, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിച്ചവനും സൃഷ്ടിക്കാത്തവരും ഒരുപോലെയാണോ? സൃഷ്ടിച്ചവൻ സൃഷ്ടിക്കാത്തവരെ പോലെയാണോ? ഈ നാമം പഠിക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സൃഷ്ടാവായ റബ്ബിന് നൽകേണ്ടത് സൃഷ്ടികൾക്ക് നമ്മൾ നൽകാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുദ്റത്തെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹ് റബ്ബാണെന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും റബ്ബാണ്. റബ്ബുൽ ആലമീൻ, എല്ലാവരുടെയും, ഈ ലോകത്തെല്ലാവരുടെയും റബ്ബാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് കാണാം റബ്ബന, റബ്ബി എന്നുള്ള തേട്ടങ്ങൾ. ഇപ്പൊ റബ്ബ് എന്നുള്ള നാമം പഠിക്കുമ്പോൾ അള്ളാഹ് ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്, റാസിഖാണ് എന്നൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റബ്ബ് എന്ന നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. റബ്ബന തഖബ്ബൽ മിന്ന എന്ന പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്ന പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബൻ എന്ന പ്രാർത്ഥന, റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന പ്രാർത്ഥന. ഇങ്ങനെ ഒരുപാട് ദുആകളുണ്ട്. റബ്ബന എന്ന് അടിച്ചു കൊടുത്താൽ മതി. മുസ്തഫ വന്നിട്ട് ഫോണിൽ റബ്ബന എന്ന് അടിച്ചു കൊടുത്താൽ ഇടയ്ക്ക് റബ്ബുന എന്നുള്ള വാക്കുകൾ ഉണ്ടാവും, കൂടാതെ റബ്ബന എന്ന പ്രാർത്ഥന കുറേ ഉണ്ടാവും. റബ്ബി അടിച്ചു കൊടുക്കുമ്പോൾ കുറേ കിട്ടും. ഇതൊക്കെ ഓരോ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതാണ്. പ്രവാചകന്മാരല്ലാത്തവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ട്. അപ്പൊ ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് റബ്ബ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. റബ്ബ് എന്ന് പറയുമ്പോൾ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണ്. റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബാണ്. റബ്ബുക്കും വ റബ്ബു ആബായിക്കും, നിങ്ങളുടെയും നിങ്ങളുടെ മുൻഗാമികളുടെയും റബ്ബാണ്. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാത്തിനും സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ട് അതിന് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് റബ്ബ്. ഇങ്ങനെ ഓരോ നാമങ്ങൾ നമ്മൾ പഠിക്കുക. ഇലാഹ് എന്ന് പഠിക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഐ ഇലാഹുമ്മ അല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ മറ്റു വല്ല ഇലാഹുണ്ടോ? ഇല്ല, ഒരു ഇലാഹുമില്ല. ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു ഏകനായ ഇലാഹാണ്. വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ
വഫിൽ അർളി ഇലാഹ്, അവരാണ് ആകാശത്തു ഇലാഹ്, ഭൂമിയിലെ ഇലാഹ് അള്ളയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചു, നീ എത്ര ആരാധ്യന്മാർ ആരാധിക്കുന്നുണ്ട്? അയാൾ പറഞ്ഞു, എനിക്ക് 7 ഇലാഹുണ്ട്. നബി ചോദിച്ചു, ആരൊക്കെയാണ്? അയാൾ പറഞ്ഞു, 6 ഭൂമിയിലാണ്, 1 ഉപരിയിലാണ്. നബി ചോദിച്ചു, നീ രോഗിയായാൽ നിനക്ക് രോഗശമനം നൽകൽ ആരാണ്? അയാൾ പറഞ്ഞു, ഉപരിയിലുള്ളവനാണ്. നിനക്ക് ഭക്ഷണമില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ ആരാ നിന്നെ സഹായിക്കുക? അയാൾ പറഞ്ഞു, ഉപരിയിലുള്ളവനാണ്. നബി അവസാനം ചോദിക്കുകയാണ്, പിന്നെന്തിനാ ബാക്കിയുള്ള ഇലാഹുകൾ എന്ന് ചോദിച്ചു. അയാൾ എല്ലാ ഇലാഹുകളും ഒഴിവാക്കി അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് ഇലാഹ്. ഏറ്റവും വലിയ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ തയ്യാറായ മക്ക മുശ്രിക്കുകള് അള്ളാഹു സുബ്ഹാനഹു തആല അല്ലാത്ത ആർക്കും ഇബാദത്തിന്റെ ഒന്നും നൽകാൻ പാടില്ല എന്നതാണ് അതിന്റെ അർത്ഥമെന്ന് അവർക്ക് പോലും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരതിന് തയ്യാറായില്ല. അള്ളാഹിന്റെ ഗഫൂർ എന്ന നാമം, ഗഫാർ എന്ന നാമം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹ് എല്ലാം പൊറുക്കുന്നവനാണ്. അള്ളാഹിനോട് പൊറുക്കലിനത്തോടെ റമളാന്റെ ഈ സന്ദർഭങ്ങളിൽ അള്ളാഹ് അഫുവാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുമ്പോ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി പറഞ്ഞതാ, നീ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണേ. ഇന്നഹു കാന ഗഫാറ, നൂഹ് നബി പറഞ്ഞ തീർച്ചയായും അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ, അല്ലാഹ് മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാണ്. അല്ലാഹ് തവ്വാബാണ്. അല്ലാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി, തന്റെ ദാസന്മാരുടെ തൗബ സ്വീകരിക്കുന്നവനാണ് അല്ലാഹു തആല. ഇങ്ങനെ ഓരോ നാമങ്ങൾ നമ്മൾ പഠിക്കുക. അല്ലാഹ് ഹയ്യാണ്, അത് നമുക്ക് പേടിക്കേണ്ടതില്ല. അല്ലാഹ് പറഞ്ഞല്ലോ, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൽ തവക്കുലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അന്ന് മിമ്പറിൽ കയറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുവെങ്കിൽ മുഹമ്മദ് നബി ദാ മരിച്ചിരിക്കുന്നു. എന്നാൽ വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹുവിനെ ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹ് ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കാത്തവനാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ അൽ വഹാബ് എന്ന നാമം, അസ്സമീഅ് എന്ന നാമം, അൽ ബസീർ എന്ന നാമം, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റഖീബ് എന്ന നാമം, ആലിം, അലീം, അല്ലാമ്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റാസിഖ്, റസാഖ് എന്ന നാമം. അല്ലാഹ് റിസ്ക് നൽകുന്നവനാണ്. അല്ലാഹു നൽകുന്ന റിസ്കിനെ പറ്റി പ്രതീക്ഷ ഉണ്ടാവണം. നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് എല്ലാത്തിനും കഴിവുള്ള, ആകാശഭൂമികളോളം വിശാലമായ, ഖജനാവുകളുള്ള, ഗനിയായ, ഏറ്റവും വലിയ സമ്പന്നനായ അള്ളാഹുവിലാണ്. ഇങ്ങനെ അള്ളാഹിന്റെ ഓരോ പേര് പഠിക്കുമ്പോഴും നമുക്ക് അള്ളാഹിനെ പറ്റിയുള്ള പ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ പ്രിയമുള്ളവർ നമ്മൾ പഠിക്കുക. അള്ളാഹു ജമീലാണ്, അള്ളാഹു ഭംഗിയുള്ളവനാണെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും അവന്റെ സത്തയിൽ ഭംഗിയുള്ളവനാണ്, അവന്റെ സിഫാത്തിൽ ഭംഗിയുള്ളവനാണ്, അവന്റെ പ്രവർത്തികളിൽ ഭംഗിയുള്ളവനാണ്, അവന്റെ നാമങ്ങളിൽ ഭംഗിയുള്ളവനാണ്, അവന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഭംഗിയുള്ളവനാണ്. അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. നല്ല വസ്ത്രം ധരിക്കൽ, നല്ല രൂപത്തിൽ നടക്കൽ ഒക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്നത് അറിയിക്കുന്നു. അങ്ങനെ അള്ളാഹിന്റെ ഓരോ പേരുകൾ നമ്മൾ പഠിക്കുക. അള്ളാഹ് കരീബാണ്, അള്ളാഹ് 7 ആകാശത്തിനുപരിയിലാണെങ്കിലും അവന്റെ അറിവിലും കഴിവിലും കാഴ്ചയിലും കേൾവിയിലും നമ്മുടെ സമീപസ്ഥനാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹ് തൊയ്യീബാണ്, അത് തൊയ്യീബാണെന്ന് പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹ് തൊയ്യീബല്ലാത്തൊന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് നമ്മൾ ഹലാലും തൊയ്യീബുമായ ഭക്ഷണമായിരിക്കണം നമ്മൾ സമ്പാദിക്കേണ്ടത്. ഇങ്ങനെ അള്ളാഹ് ഷാഫിയാണ്, ഷിഫ നൽകുന്നവനാണ്. എന്ന പ്രാർത്ഥന കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ രോഗിയായാൽ അള്ളയാണ് എനിക്ക് ശമനം നൽകുന്നത് എന്ന വിശ്വാസം. അള്ളാഹ് അൽ അവ്വലാണ്, ആഖിറാണ്. ചില നാമങ്ങള് മറ്റൊരു നാമത്തിന്റെ കൂടെ ചേർത്ത് പറയാൻ പാടുള്ളൂ, ഒറ്റയ്ക്ക് പറയാൻ പാടില്ല. അൽ അവ്വല് ആഖിർ എന്ന നാമം ചേർത്താ പറയേണ്ടത്. അള്ളാഹ് ഒന്നാമത്തവനാണ്, അഥവാ അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബലക ശൈഉൻ, അള്ളാഹു നീ ഒന്നാമത്തവനാണ്, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും അള്ളാഹ് എന്നാ ജനിച്ചതെന്നോ അള്ളാഹിനെ ആരെ സൃഷ്ടിച്ചതെന്നോ ചോദിക്കൂല. കാരണം അള്ളാഹ് അവ്വലാണ്, അള്ളാഹ് ആഖിറാണ്. എല്ലാം അവസാനിച്ചാലും അവസാനിക്കാത്ത, നശിക്കാത്ത, മരിക്കാത്തവനാണ് റബ്ബ്. ഇതൊക്കെ നമ്മൾ പഠിക്കുക.
സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 3 ആയതുകൾ പഠിക്കുക. അവിടെ ഒരുപാട് നാമങ്ങളുണ്ട്. അള്ളാഹു അർ റഹ്മാൻ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ. അതുപോലെ തന്നെ അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ അസീസ്, അൽ ഹക്കീം തുടങ്ങിയ നാമങ്ങളൊക്കെ അവിടെ ഉണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുക. ചില പേരുകളൊന്നും ഖുർആനിലുണ്ടാവില്ല, ഹദീസിലുണ്ടാവുള്ളൂ. ഇപ്പോൾ ജമീൽ എന്ന പേര് ഖുർആനില്ല, ഹദീസിലുള്ളത്. ഖുർആനിലും ഹദീസിലും വന്ന നാമങ്ങൾ ഇങ്ങനെ നമ്മൾ എണ്ണുകയാണെങ്കിൽ 99 ഉണ്ടാവും. ആ ഇഹ്സാ ചെയ്യേണ്ട 99 ഏതാണെന്നുള്ള വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മൾ അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുക. ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖുദ്റത്തും അവൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള കഴിവുകളും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിൽ നല്ല പ്രതീക്ഷയുള്ളവരാകാനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഒക്കെ ആ നാമങ്ങൾ പഠിക്കുക എന്നത് നമുക്ക് സഹായകമാകും. ഒരു വലിയ വിഷയമാണ്. അറിവിൻ്റെയും സമയത്തിൻ്റെയൊക്കെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മളൊക്കെ ഓരോ നാമങ്ങളും പഠിക്കുന്ന പുസ്തകങ്ങളുണ്ട്, ക്ലാസ്സുകളുണ്ട്. അതൊക്കെ കേട്ട് ഓരോന്നും പ്രത്യേകമായി പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നമ്മൾ മനഃപ്പാടമാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.